ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 അപ്രോച്ചുകളാണുള്ളത്. അപ്പോൾ 2 മാത്തമാറ്റീഷ്യൻസാണ് ആ മെത്തേഡ്സ് ഡെവലപ്പ് ചെയ്തത്. ഒന്ന് മെർസൻ, ദെൻ സെക്കൻഡ് ഈസ് ഫെർമാറ്റ്. അപ്പോൾ ഈ 2 മാത്തമാറ്റീഷ്യൻസിനും പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഫോർമുലാസ് ഐഡൻറ്റിഫൈ ചെയ്തു. പക്ഷേ ഈ ഫോർമുല ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും പ്രൈമായിട്ട് തന്നെ കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഫസ്റ്റ് വൺ ഈസ് മെർസൻ പ്രൈം. അപ്പോൾ മെർസൻ എന്ന് പറഞ്ഞ മാത്തമാറ്റീഷ്യൻ ഡെവലപ്പ് ചെയ്ത ഫോർമുലയാണ് ഈ കാണുന്നത്. MP = 2p-1. ഈ പി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈം നമ്പേഴ്സ് 2, 3, 5 മുതലുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് ഓരോന്ന് കൊടുത്ത് നോക്കുമ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന കിട്ടുന്ന നമ്പേഴ്സ് നമ്മൾ മെർസൻ നമ്പേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് മാത്തമാറ്റീഷ്യൻ ഈ ഇക്വേഷൻ വഴി ജനറേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എല്ലാം പ്രൈം ആയിരിക്കും എന്നാണ് ആൾ ക്ലെയിം ചെയ്തത്. പക്ഷേ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് പ്രൈമായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചില നമ്പേഴ്സ് പ്രൈം അല്ലാണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇക്വേഷനിൽ ഞാൻ പറഞ്ഞു പി എന്ന് പറഞ്ഞൊരു പ്രൈമാണ്. അപ്പോൾ പി എന്ന് പറഞ്ഞൊരു പ്രൈം നമ്പർ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് നമ്മൾ 2 കൊടുത്തു. അപ്പോൾ 2^2 - 1. 2^2 എന്ന് പറയുമ്പോൾ എന്തായി 4. 4 - 1 is 3. അപ്പോൾ അതാണ് M2. അതുപോലെ M3 കൊടുക്കുകയാണെങ്കിൽ 2^3 - 1. 2^3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 ആണ്. 8 - 1 is 7. ഈ 5 കൊടുത്താൽ 2^5 - 1, അതായത് 32 - 1 is 31. M7 ആകുമ്പം 2^7 - 1. 2^7 എന്ന് നമുക്കറിയാം 128 ആണ്. 128 - 1 = 127. അപ്പോൾ ഇവിടെ വരെ നമുക്ക് കിട്ടിയതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് പ്രൈം 11 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2^11 - 1. അപ്പോൾ 2^11 - 1 നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 2047 ആണ്. അപ്പോൾ 2047 എന്ന് പറഞ്ഞാൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് നമ്പേഴ്സ് 23 and 18. അപ്പോൾ അങ്ങനെ 2 ഫാക്ടേഴ്സ് നമുക്ക് 2047 ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ പ്രൈം നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് 1ഉം ആ നമ്പറും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഈ നമ്പറിന് വേറെ ഫാക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ നമ്പർ പ്രൈം അല്ല. അപ്പോൾ ബാക്കി ഉള്ള ഈ നമ്പേഴ്സൊക്കെ പ്രൈമാണ്. പക്ഷേ ഈ MP അല്ലെങ്കിൽ മെർസൻ ഫോർമുല ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രൈംസിൽ കുറച്ച് നമ്പേഴ്സ് പ്രൈം ആണെങ്കിൽ കൂടിയും പ്രൈം അല്ലാത്ത നമ്പേഴ്സ് അത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ടേൺഡ് ഔട്ട് ദാറ്റ് M11 ഈസ് നോട്ട് എ പ്രൈം. അപ്പോൾ അതുപോലെ ഇതുവരെ 41 മെർസൻ പ്രൈം നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് വണ്ണാണ് ഈ എഴുതിയേക്കുന്നത്. ഇത്രയും ലാർജസ്റ്റ് നമ്പറാണ്. ഇതുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന വെരി ലാർജ് നമ്പർ വിത്ത് ദീസ് മെനി ഡിജിറ്റ്സ്. അപ്പോൾ അതിപ്പോഴും അത് സെർച്ച് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫോം, അതായത് MP = 2p-1 എന്ന ഫോമിലുള്ള ഏതൊരു നമ്പറിന് നമുക്ക് മെർസൻ പ്രൈം എന്ന് പറയാം. ആൻഡ് ഒരു പി എന്ന് പറയുന്നത് പ്രൈം ആയിരിക്കണം. ഇനി ഈ MP ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി പ്രൈം. പ്രൈം ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ പ്രൈം കിട്ടുന്ന പ്രൈം ആയിരിക്കും, ചിലപ്പം പ്രൈം അല്ലാത്തതും കിട്ടാം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടില്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫെർമാറ്റ് പ്രൈം. അപ്പോൾ ഫെർമാറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്റിൽ തിയറി ഒക്കെ പഠിച്ചതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഈ ഫെർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹി ഓൾസോ ട്രൈ ടു ഫൈൻഡ് എ ഫോർമുല ഫോർ ജനറേറ്റിംഗ് പ്രൈംസ്. അപ്പോൾ ആൾ ജനറേറ്റ് ചെയ്ത ഫോർമുലയാണ് ഈ കാണുന്നത്. 2^2n + 1. അപ്പോൾ ഇതിൽ പ്രൈം നമ്പർ അല്ല, n എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്പേഴ്സ് 0, 1, 2, 3 എന്നുള്ളതാണ് കൺസിഡർ ചെയ്യുന്നത്. ഫെർമാറ്റ് ഇതിൽ ടെസ്റ്റ് ചെയ്തത് F4 വരെയുള്ള നമ്പേഴ്സാണ്. പക്ഷേ F5 വന്നപ്പോഴത്തേക്കും അത് പ്രൈം അല്ല എന്ന സിറ്റുവേഷനിലേക്ക് മാറി. ഇനി F0 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2^2 നമുക്കറിയാം 2^0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 2^1 + 1 ദറ്റ് ഈസ് 2 + 1 ദാറ്റ് ഈസ് = 3 കിട്ടും. ഇനി F1 നമ്മൾ കൺസിഡർ ചെയ്താൽ 2^1. അപ്പോൾ 2^1 എന്ന് പറയുമ്പോൾ 2 തന്നെയാണ്. സോ 2^2 എന്ന് പറയുമ്പോൾ 4 + 1 is 5. അതാണ് F1 = 5. ഇനി F2 നമ്മൾ കൺസിഡർ ചെയ്താൽ 2^2. നമുക്ക് 2^2 എന്ന് പറയുമ്പോൾ എന്തായി 4 ആയി. സോ 2^4 എന്ന് പറയുമ്പോൾ 16 ആയി. 16 + 1 is 17. അപ്പോൾ അങ്ങനെ F3, F4 ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴും പ്രൈം നമ്പേഴ്സ് തന്നെ കിട്ടി. പക്ഷേ F5 വന്നപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടിയ നമ്പർ നമുക്ക് വേറെ ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് ദാറ്റ് നമ്പർ വാസ് നോട്ട് എ പ്രൈം. സോ F4 വരെയുള്ള നമ്പേഴ്സ് എല്ലാം പ്രൈമായിട്ടാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നത്. പക്ഷേ F4-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ളവരെ ഒന്നും പ്രൈമായിട്ട് കംപ്ലീറ്റ്ലി പ്രൂവൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അതുപോലെ തന്നെ F24 വരെയുള്ള പല നമ്പേഴ്സും പ്രൈം അല്ല, കോമ്പോസിറ്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനുള്ള അപ്രോച്ചസ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ 2 കേസുകൾ മാത്രമാണ് മെയിനായിട്ട് പറയാൻ പറ്റുക. മെർസൻ പ്രൈം ആൻഡ് ഫെർമാറ്റ് പ്രൈം. 2 പേരുടെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. ഇക്വേഷൻസിൽ കുറച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറച്ച് സാമ്പിൾ വാല്യൂസ് നമുക്ക് അവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എവിടെ മുതലാണ് അല്ലെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിലാണ് ഈ 2 അപ്രോച്ചുകളും ഫെയിൽ ആയെന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ ആ ടോപ്പിക്ക്. സോ ദാറ്റ്സ് ഓൾ ഓഫ് മൊഡ്യൂൾ 3.